അശ്വതി ചേരുന്നു. അശ്വതി, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കലോത്സവ വിവരങ്ങൾ നൽകാനുള്ളത് മൂന്നാം ദിനത്തിൽ ഈ 3 മണിക്ക്? അജിംഷാദ്, ഇവിടെ ഒന്നാം വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുച്ചിപ്പുടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം അവസാനിക്കാറായി. അതിനുശേഷം ഇവിടെ തിരുവാതിര മത്സരമാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളോടൊപ്പം കലോത്സവ വേദിയിൽ കേരള വിഷന്റെ സ്റ്റാളിന് മുൻപിലായിട്ട് ചെണ്ട തായമ്പകയിൽ പങ്കെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർ വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. പേര് അർജുൻ. എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അവിനാശ്, അഭിജിത്ത്, സംഗീത്, അഭിഷന്ത്, വിശാൽ. ഓക്കെ, കോഴിക്കോട് എവിടെ നിന്നാണ്? സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറി. ഇത് എത്ര നാളെ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് അടിച്ച ടീമാണ് തന്നെ. ചെറിയ ആളുകളല്ല, 2ാം വർഷമാണ്. ഓക്കെ, ഈ പ്രാവശ്യത്തെ റിസൾട്ട് എങ്ങനെ വന്നു? ഈ പ്രാവശ്യം നമ്മൾ ചെണ്ടമേളം, തായമ്പക, പഞ്ചവാദ്യം, മതളകളി ഒന്നെല്ലാണെന്നും എ ഗ്രേഡ് അടിച്ചു. ചെറിയ പുള്ളികളല്ല, വാദ്യോപകരണ രംഗത്ത് വലിയ രീതിയിൽ, അതായത് വാദ്യോപകരണ രംഗത്ത് ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളിലും സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുന്ന, അതിലെല്ലാത്തിലും മികച്ച ഗ്രേഡ് വാങ്ങിയിരിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. അടിപൊളി, ഒരു കയ്യടി കൊടുക്കുക. ഇവിടെ വളരെ നിർവികാരമായിട്ടൊക്കെ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ നമ്മൾ ചെണ്ടമേളം കേൾക്കുമ്പോൾ ആ ഒരു ആവേശം അത് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ചെണ്ടമേളത്തിൽ കാണാനായിട്ട് ഇവിടെ കുറച്ച് കുഞ്ഞു മക്കള് കൊല്ലത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. പേരെന്താ? പിന്നെ ആരുള്ളത് ഇവരുടെ കൂടെ? ഓക്കെ. ഇവിടെ വന്നതാണോ? വേദിയിൽ കാണാൻ വന്നതാണോ? കലാപരിപാടിയൊക്കെ കണ്ടോ? എന്തൊക്കെ കണ്ടു? ഭരതനാട്യമൊക്കെ കണ്ടു. ഭരതനാട്യം കണ്ടു. പിന്നെ ഈ ചെണ്ട ഇഷ്ടപ്പെട്ടോ? ചെണ്ട കൊട്ടുവോ? ഒന്ന് കൊട്ടിക്ക് നോക്കാലോ.